ഹായ് ആൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ S3 ബക്കറ്റ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് പഠിച്ചിരുന്നു. CLI വെച്ചിട്ട് എങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യാം എന്നുള്ള കാര്യവും പഠിച്ചിരുന്നു അല്ലേ? അപ്പം S3 ബക്കറ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് എന്ന് അറിയുന്ന കാര്യമാണെന്നും അത് ഒരു ഒബ്ജക്റ്റുകളുടെ കണ്ടെയ്നർ ആണ് എന്നുള്ളതും ഗ്ലോബലി യൂണീക്ക് നെയിം, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു URL നമുക്ക് കിട്ടും, റീജിയൻ സ്പെസിഫിക് ആണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ S3 ബക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് വേർഷനിങ്, പെർമിഷൻസ്, എൻക്രിപ്ഷൻ, ലൈഫ് സൈക്കിൾ പോളിസീസ്, റെപ്ലിക്കേഷൻ. നമുക്കൊരു S3 വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇതിന് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്യും. കാരണം ഓരോരോ ടോപ്പിക്കും അത്രയും പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റുകളെ പറ്റിയിട്ട് കൂടുതൽ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കൺസോളിൻ്റെ അകത്ത് ഒബ്ജക്റ്റുകളുടെ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഹൈ ലെവലിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ സ്പെസിഫിക് കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടിരുന്നു. ആ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഒബ്ജക്റ്റുകളെ എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നോക്കിയിരുന്നു അല്ലേ? അപ്പം ഈ ബക്കറ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രിഫിക്സുകളുണ്ട്. ഇതിവിടെ ഫോൾഡറായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആക്ച്വലി അതൊരു പ്രിഫിക്സ് മാത്രമാണ്. AWSൻ്റെ S3 ബക്കറ്റുകളും ഒബ്ജക്റ്റുകളും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൺസോളിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അതിന് മുന്നേ നമുക്ക് ഇവിടെ നമ്മൾ ബക്കറ്റ് പോകുന്ന സ്പെസിഫിക് ബക്കറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ, ബക്കറ്റിൻ്റെ അകത്ത് മെയിനായിട്ടിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റുകളാണ്. അപ്പം ഈ അറിഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ടാബിൻ്റെ അകത്ത് ഒബ്ജക്റ്റുകളായിരിക്കും അവൻ കാണിച്ചിരിക്കുന്നത്, ഈ പർട്ടിക്കുലർ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്നത്. അത് കൂടാതെ ഓരോരോ ബക്കറ്റിനും അഡീഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ടാബിൻ്റെ അകത്തും അവൻ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടാബ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെയാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ റീജിയൺ ഏതാണ്, ARN ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ബക്കറ്റ് വേർഷനിങ് എനേബിൾഡ് ആണോ, ഈ കാര്യത്തിൽ നമ്മൾ ഡിസേബിൾഡ് ആണ്, അങ്ങനെയുള്ള കുറച്ച് ബക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ ബക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഓരോരോ ടാബായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പം റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു ബക്കറ്റിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. അതിൻ്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്, അതിന് ബക്കറ്റ് പോളിസി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെട്രിക്സ് കിട്ടും, മാനേജ്മെൻറ്റ് കിട്ടും, ആക്സസ് പോയിൻ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫസ്റ്റത്തെ ടാബാണ് നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ സൗകര്യാർത്ഥം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫിക്സ് ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കൺസോളിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഓരോരോ പ്രിഫിക്സും ക്ലിക്ക് ചെയ്ത് അവസാനം നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ എത്തും. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഈ ഒബ്ജക്റ്റിൻ്റെ പർട്ടിക്കുലർ ആയിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ബക്കറ്റ് ഉള്ളത് പോലെ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു പാത്ത് കാണാൻ പറ്റും. S3, അതിൻ്റെ അകത്ത് ബക്കറ്റ്, റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ബക്കറ്റ്, അതിൻ്റെ അകത്ത് 2 പ്രിഫിക്സുകൾ, പെറ്റ്സ് / കാറ്റ്സ് / എന്ന് പറയുന്ന ഒരു ബക്കറ്റ്, 2 പ്രിഫിക്സുകൾ. അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഫയൽ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് ഉള്ളത്, ഓരോന്നിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പം ഏറ്റവും മെയിൻ ആയിട്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്താണ് അതിൻ്റെ കീ എന്ന്. ഞാൻ എന്നിട്ടൊന്ന് കുറച്ചൊന്ന് വലുതാക്കാൻ. ഇവിടെ കീ എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ അകത്ത് പ്രിഫിക്സുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അതിനൊരു നെയിമും ഉണ്ടാവും. അപ്പം ആക്ച്വലി ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ കീ എന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പ്രിഫിക്സ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഐറ്റം കാണാൻ പറ്റും, ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ ഓണർ ആരാണ് എന്നുള്ളതാണ്.
ഓക്കെ. അപ്പം നമ്മളിപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡെമോയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്ന മൊത്തത്തില് ACL എന്ന് പറയുന്ന ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഡിസേബിൾ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ACL എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ആക്സസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യമാണ്. അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ IAM പോളിസിയും ബക്കറ്റ് പോളിസിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ACL ഡിസേബിൾഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് ACL എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണർ എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് മീനിങ് ആണ്. നമ്മൾ ACL എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്യൂട്ടോറിയലിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അതിപ്പം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലൊന്നും അത് യൂസ് ചെയ്യത്തില്ല. ACL നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഡോക്യുമെൻറ്റേഷൻ നോക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം നമ്മളിപ്പോൾ ഒരു പുതിയ ബക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ACL ഡിസേബിൾഡ് ആയിരിക്കും. ACL ഡിസേബിൾഡ് ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ACL എനേബിൾഡ് ആണെങ്കിൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന് മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം ACL ഡിസേബിൾഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓണർ എന്ന് പറയുന്നത് ഏത് കേസ് നോക്കിക്കഴിഞ്ഞാലും ഓണർ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ പാരൻ്റ് ആരാണ് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ACL ഡിസേബിൾഡ് ആണെങ്കിൽ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ബക്കറ്റിൻ്റെ ഓണർ ആയിരിക്കും. ഓക്കെ. അപ്പം ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഏത് ബക്കറ്റിലാണ്? റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിലാണ്. അപ്പം ഈ ബക്കറ്റിൻ്റെ ഓണർ ആരാണോ അതായിരിക്കും ഈ ഒബ്ജക്റ്റിൻ്റെയും ഓണർ. അതിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പോൾ റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ബക്കറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടാണ്. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബക്കറ്റിൻ്റെ ഓണർ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ്. അക്കൗണ്ട് ID എന്ന് പറയുന്നത് ഒരു 12 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? പക്ഷേങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ഒരു 12 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ട് ID ആണ് ഇത് എന്ന് പറയുന്നതെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിട്ട് അക്കൗണ്ട് ID യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു കാനോണിക്കൽ യൂസർ ID എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ബേസിക്കലി ക്രോസ് അക്കൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് S3ക്കകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓണർ എന്ന് പറയുന്ന കാര്യം കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാനോണിക്കൽ യൂസർ ID പോലുള്ളൊരു സാധനം യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇത് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യമായിരിക്കും ഇതിൻ്റെ അക്കൗണ്ടിൻ്റെ ഓണർ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അതായിരിക്കും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കുറച്ചും കൂടെ ഓണർ ആണ്, അത് ഇങ്ങനെയാണ്, അത് നിങ്ങളുടെ അക്കൗണ്ട് ആണ് എന്ന് പറയുന്ന ഒരു ബോധ്യം ഇപ്പോൾ ഉണ്ടായിരുന്നാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഓണർ എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എന്നുള്ളത് നമ്മൾ പെർമിഷനും ക്രോസ് അക്കൗണ്ട് ആക്സസും പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവും. എനിവേ, നിങ്ങളൊരു ഒബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് ഈ കാണിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസിൽ ഇത്രയും വലിയൊരു സാധനം ഇന്നതാണ് എന്ന് പറയുന്ന ഒരു നോളജ് ഇപ്പോൾ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ. രണ്ടാമത്തെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, റീജിയൻ എന്ന് പറയുന്ന കാര്യമാണ്. S3യുടെ ബക്കറ്റും ഒബ്ജക്റ്റും എല്ലാം റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇത് ലാസ്റ്റ് മോഡിഫൈഡ് ആയിട്ടിരിക്കുന്ന വാല്യൂ ആണ്. സൈസ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഈ ഫയലിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. ഇനി ഇവിടെ ഇരിക്കുന്നത് URI എന്ന് പറയുന്ന കാര്യമാണ്. ബേസിക്കലി ഇത് രണ്ട് പേരും, അതായത് കീ ആണെങ്കിലും URI ആണെങ്കിലും ഇതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ, അതായത് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു നെയിമാണ്. പക്ഷേങ്കിൽ ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ പറ്റും, ഇത് നെയിം ആണെങ്കിൽ എന്തിനാണ് കീയും URIയും തന്നിരിക്കുന്നതെന്ന് ആലോചിക്കാൻ പറ്റും അല്ലേ? കീ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഒരു ബക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഐട്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുകയോ ചെയ്യുന്നത് എങ്കിൽ അത് നമ്മൾ നോർമലി കീ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്ക് URI യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വട്ടം CLI പഠിച്ച സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന URI ആണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ? ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും. അതായത് ബക്കറ്റിൻ്റെ നെയിം അടക്കമുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് രണ്ടുപേരും അത് തന്നെയാണ്. പക്ഷേങ്കിൽ അത് രണ്ടുപേരും യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾ ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ നോർമലി URI യൂസ് ചെയ്യുക. പക്ഷേ നോർമലി ബക്കറ്റുകളുടെ ഉള്ളിൽ നിന്നൊക്കെയാണ് നമ്മൾ കോഡൊക്കെ എഴുതുന്ന സമയത്താണെങ്കിൽ നമുക്ക് കീ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. രണ്ട് സമയത്തും രണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒബ്ജക്റ്റിനെ തന്നെയായിരിക്കും നമ്മൾ പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
ഡെഫിനറ്റ്ലി ബക്കറ്റും ഒബ്ജക്റ്റുകളും റിസോഴ്സുകളാണ്. AWSന്റെ അകത്ത് ഏതൊരു റിസോഴ്സിനും ഒരു യുണീക്കായിട്ടിരിക്കുന്ന വാല്യൂ ഉണ്ടാവും. അപ്പം ഈ ഒബ്ജക്റ്റിൻ്റെ ARN ആണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മളുടെ ബക്കറ്റിനും ഒരു ARN ഉണ്ടാവും. നിങ്ങളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇത് ബക്കറ്റിൻ്റെ ARN ആണ്. ബക്കറ്റ് എന്ന് പറയുന്നതും ഒരു റിസോഴ്സാണ്. ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളും ഒരു റിസോഴ്സാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ARN ആണ്, അതായത് ആമസോൺ റിസോഴ്സ് നെയിമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ബക്കറ്റിൻ്റെ ARN-ഉം ആണ്. ഓക്കെ, അടുത്തിരിക്കുന്നത് എൻറ്റിറ്റി ടാഗ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫയലാണ് അല്ലേ. ആ ഫയലിൻ്റെ ഒരു കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ കണ്ടന്റിൻ്റെ ഹാഷ് ആണ് ഈ ഇരിക്കുന്നത്, ഹാഷ് വാല്യൂ ആണ് ഇരിക്കുന്നത്. അതായത് കണ്ടന്റിനെ അനലൈസ് ചെയ്തിട്ട് ഒരു ഹാഷ് വാല്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോർമലി ഈ ഹാഷ് വാല്യൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ്, അതായത് ഒരു ഫയൽ, ഇവിടെ ഇരിക്കുന്ന ഏതാണ് ഇപ്പം cat.jpg എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് അല്ലേ. അപ്പം ഈ ഇമേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം അങ്ങനെ മാറുന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്നത്. കാഷിംഗ് പോലുള്ള പർപ്പസുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇപ്പം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഹാഷ് എന്താണെന്നുള്ളതോ അതിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ്. നമ്മൾ പിന്നെ പഠിച്ചെടുത്താലും അത് ഓക്കെയാണ്. ഇനീഷ്യലി പഠിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ അത് ഹാഷ് ആണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, അപ്പം അടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റ് URL ആണ്. അതായത് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു URL അല്ലേ. അപ്പം ഈ URL നിങ്ങളിപ്പം എടുത്തു കഴിഞ്ഞാൽ, ഞാനിവിടെ ആക്സസ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്, ആ പർട്ടിക്കുലർ URLനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആക്സസ് ഡെനീഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു എററാണ് ഇപ്പോൾ അടിക്കുക. അതായത് ഇത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ബക്കറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു സെറ്റിങ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മളത് നോക്കിയിരുന്നു. അതായത് ബ്ലോക്ക് പബ്ലിക് ആക്സസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു കാര്യം അല്ലേ. അപ്പം ഇത് ബേസിക്കലി നമ്മൾ അതായത് ചെക്ക് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് ഒന്ന് ആദ്യം നിങ്ങൾ പിടിച്ചിട്ട് അൺചെക്ക് ചെയ്യണം. ഓക്കെ, അൺചെക്ക് ചെയ്തിട്ട് അതൊന്ന് സേവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നമ്മളിവിടെ കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തിട്ട് കൺഫേം കൊടുക്കുന്നു. അപ്പം ഇതിപ്പം ബ്ലോക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ആണ് അല്ലേ. ബ്ലോക്ക് ഓഫ് ആണ് ഇരിക്കുന്നത്. നിങ്ങളുടെ അതിൻ്റെ അകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ബക്കറ്റിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് അത് ഓഫ് ആയിരിക്കും, ഓൺ ആയിരിക്കും. അതായത് എല്ലാ പബ്ലിക് ആക്സസും അവൻ ഡിസേബിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ടൊന്ന് ഓഫ് ആക്കി വെക്കണം. ഓക്കെ, ഓഫാക്കി. ഇത് ഗുഡ് പ്രാക്ടീസ് ഒന്നുമല്ല. ബേസിക്കലി ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള സാധനമാണ്. നമ്മൾ ഗുഡ് പ്രാക്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ആക്സസ് കൺട്രോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾക്ക് ആ ഇമേജ്, ആ URL എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാലും കിട്ടില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ ഓൾറെഡി IAMൻ്റെ അകത്ത് പഠിച്ചിരുന്നു അല്ലേ. AWSൻ്റെ അകത്ത് ഏതൊരു കാര്യവും ഏതൊരു റിസോഴ്സും ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ബക്കറ്റും ഒബ്ജക്റ്റും പ്രൈവറ്റ് ആയിരിക്കും. നമ്മൾ IAM പോളിസിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ACL എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ നമ്മൾ സ്പെസിഫിക്കലി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ കേസിൽ അങ്ങനെ ഒരു പോളിസി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ആ പോളിസി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബക്കറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. ബക്കറ്റിൻ്റെ അകത്താണ് ബക്കറ്റ് പോളിസി ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പെർമിഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് എഡിറ്റ് അടിച്ചിട്ട് നമുക്കൊരു പോളിസി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോളിസി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആർക്കും ഈ പറഞ്ഞിരിക്കുന്ന S3 ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പോളിസി. അതായത് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും, അതാണ് ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്, എല്ലാ ഒബ്ജക്റ്റുകളെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പോളിസി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചേഞ്ചസ് അടിക്കാം. അപ്പം നമ്മളൊരു പുതിയതായിട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് പോളിസി ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഒന്നും കൂടി ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ പറ്റി.
ഓക്കെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന URL ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആക്സസ് പോളിസി, അതായത് പോളിസി വഴി ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. നിങ്ങളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോളിസി എങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇതാക്കേണ്ട. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന S3യുടെ കേസിൽ പോളിസി വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന URL ഒന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ബക്കറ്റ് പോളിസി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് IAM പോളിസി വഴിയും ബക്കറ്റ് പോളിസി വഴിയും ഈ പെർമിഷൻ എങ്ങനെ കൊടുക്കാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ പോളിസിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എനിവേ ഈ URL നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു URL ആണ്. അതുവഴി നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമ്മൾ ഇതിനെ ആക്സസ് ചെയ്തെടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഓവർവ്യൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ബക്കറ്റിൻ്റെ വേർഷനിങ് എനേബിൾഡ് ആണോ എന്നുള്ള കാര്യമാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ വേർഷനിങ് നമുക്ക് ഓരോരോ ഒബ്ജക്റ്റിനും നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ബക്കറ്റിന് മാത്രമേ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബക്കറ്റിൻ്റെ അകത്ത് ഇത് എനേബിൾഡ് ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിൽ കിട്ടുള്ളൂ. ഇത് ബക്കറ്റിൻ്റെ അകത്ത് ഡിസേബിൾഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെയും ഡിസേബിൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനും നമുക്ക് ഈ വേർഷനിങ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ AWSൻ്റെ അകത്തില്ല. നിങ്ങൾക്കൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിൻ്റെ അകത്തേക്കും നമുക്ക് വേർഷനിങ് എനേബിൾ ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ബക്കറ്റിൽ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടോ ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യവും ഇവിടെ ഉണ്ട്. അത് നമുക്ക് ലൈഫ് സൈക്കിൾ പോളിസിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എനിവേ ആ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തിരിക്കുന്നത് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കുകളിലൊന്നാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു എൻ്റർപ്രൈസ് ലെവലിൽ പോകുന്ന സമയത്ത് നമ്മൾ പല പല കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, അതായത് ഫങ്ഷനാലിറ്റി, പെർഫോമൻസ്, ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യവും. S3 എന്ന് പറയുന്നത് കോസ്റ്റുള്ള കാര്യമാണ്. നമ്മളിപ്പം എത്രത്തോളം ഒബ്ജക്റ്റ് നമ്മൾ S3ക്കകത്ത് കീപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് വരുന്നത്, ഫൈനൽ ബില്ല് വരുന്നത്. അപ്പം ആ ബില്ലിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പം ആ സ്റ്റോറേജ് ക്ലാസ്സുകളിലേക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അതായത് ഒരു ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളെ ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ്സുകൾ കൊടുക്കാം. AWS പല രീതികളിലിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചിലതിനൊക്കെ ആക്സസ് ചെയ്യാൻ കുറേ ടൈം എടുക്കും, ചിലതൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ് കുറവായിരിക്കും. പെർ GB ഫീസ് എത്രയെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വളരെ സ്പീഡിൽ ആക്സസ് ചെയ്യേണ്ട ഡേറ്റ ആണെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റോറേജ് ക്ലാസ്സും, അതല്ല നമ്മൾ ബാക്കപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഏത് സ്റ്റോറേജ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റോറേജ് ക്ലാസ്സിലാണ്. നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്പെസിഫിക് വീഡിയോയിൽ തന്നെ ചെയ്യാം. എൻക്രിപ്ഷൻ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇതും ബേസിക്കലി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ എനേബിൾ ചെയ്യാൻ പറ്റും. നമ്മൾ ബക്കറ്റിൻ്റെ അകത്തും ഇതേ ഒരു സാധനം നമ്മൾ എനേബിൾ ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഒരു എൻക്രിപ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും പറഞ്ഞിടും. ഇവിടെ ഇപ്പോൾ സെറ്റിങ്സ് ഇരിക്കുന്നത് എന്താണോ നമ്മൾ ബക്കറ്റിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യൂ എന്നുള്ളതാണ്. ഓക്കെ. അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന് വേണ്ടി മാത്രം ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എൻക്രിപ്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പം ഈ ഒരു ഓപ്ഷൻ ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നമ്മളിപ്പം ഇത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബക്കറ്റിൽ എന്താണോ നമ്മൾ എൻക്രിപ്ഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യും. അതായത് ബക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ S3യുടെ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റും
S3യുടെ എൻക്രിപ്ഷൻ വെച്ചിട്ടായിരിക്കും. അതല്ല അവൻ KMS വെച്ചിട്ടാണ് ബക്കറ്റ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റും അതുതന്നെയായിരിക്കും. അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓവർറൈഡ് ചെയ്യാം. അപ്പം നമ്മൾ ബക്കറ്റിൻ്റെ അകത്ത് S3 ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ KMS ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഫൈനലി ഈ ഒബ്ജക്റ്റ് KMSലായിരിക്കും. ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന വേറെ ഐറ്റംസ് ഉണ്ട്, വേറെ ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ, അതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന S3 വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ബക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ സാധനത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവർറൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് എൻക്രിപ്ഷനിൽ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ചെക്ക് സം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഇവനുമായിട്ട് സിമിലർ ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് എൻറ്റിറ്റി ടാഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ഹാഷാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇവനെക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ടാഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കീ വാല്യൂ പെയർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ടാഗ് കൊടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമുക്ക് ടാഗ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഫയലുണ്ട്, ഒരു ഇമേജ് ഫയലുണ്ട്. അതിൻ്റെ കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ കൂടി നമുക്ക് ആഡ് ചെയ്യാം. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഒബ്ജക്റ്റ് ലോക്കിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. അത് ഡിസേബിൾഡ് ആണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇത്രയും ഇൻഫർമേഷൻ, അപ്പം ജനറലി ഒരു ഒബ്ജക്റ്റിൻ്റെ കൺസോളിലിരിക്കുന്ന സാധനങ്ങളുമായിട്ട് ഒന്ന് ഫെമിലർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇതിനകത്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തതിൽ പഠിക്കും. ഓക്കെ, വേറൊരു ടാബും കൂടി ഉണ്ട്, പെർമിഷൻ എന്ന് പറയുന്നത് ACLൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് പക്ഷേങ്കിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ IAM പോളിസി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വേർഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ വേർഷൻസ് എനേബിൾഡ് ആണെങ്കിൽ ഇപ്പോൾ ഡിസേബിൾഡ് ആണ്. ഡിസേബിൾഡ് ആയതുകൊണ്ടാണ് ഇവൻ ഇവിടെ എനേബിൾ ചെയ്യൂ എന്ന് പറയുന്നത്. വേർഷനിങ് എനേബിൾ ചെയ്യേണ്ടത് ബക്കറ്റിലാണ്. അപ്പം നമുക്ക് വേർഷനിങ് എനേബിൾഡ് ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിന് നമ്മൾ വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡിഫൈ ചെയ്ത വേർഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഈ കൺസോളിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒബ്ജക്റ്റിനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ കോപ്പിയും മൂവും, വേറൊരു അക്കൗണ്ടിലോട്ട് കോപ്പി ചെയ്യുക, മൂവ് ചെയ്യുക, റീനെയിം ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബട്ടൺ കൂടി ഇവിടെ ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഓപ്പൺ ആവുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന URL ഉണ്ടല്ലോ അല്ലേ, ഈ URL അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവുകയായിരുന്നു ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ URL വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇത്രയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ഇത് പ്രീ സൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് പ്രീ സൈൻഡ് ആയിട്ടിരിക്കുന്ന പെർമിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു URL ആണ്, പ്രീ സൈൻഡ് URL ആണ്. അപ്പം ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീ സൈൻഡ് URL ആണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ സൈൻഡ് URL വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പം ഈ ഫയല് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി കുറച്ച് നേരത്തേക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരത്തേക്ക് മതി. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആ സാധനം പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം വച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, ഈ URL ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു സെക്യൂരിറ്റി റിസ്ക് ആണ്. അതിനെക്കാട്ടും നല്ലത് പ്രീ സൈൻഡ് ആയിട്ടിരിക്കുന്ന URL കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു URL ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷെയർ വിത്ത് പ്രീ സൈൻഡ് URL. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മണിക്കൂറേക്ക്, 1 മണിക്കൂറേക്ക് മാത്രം കണ്ടാൽ മതി എന്ന് പറയാം. എന്നിട്ട് ക്രിയേറ്റ് പ്രീ സൈൻഡ് URL എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ ക്ലിപ്പ് ബോർഡിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ട് ക്ലിപ്പ് ബോർഡ് ഇവിടെ ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന URL വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ URL അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്കത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റീസും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് സ്റ്റോറേജ് ക്ലാസ്സുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾ ഒന്ന് ഫെമിലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഒബ്ജക്റ്റുമായിട്ടൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.